أخي لن تنال العلم إلا بستة سأنبيك عن تفصيلها ببياني ذكاء وإخلاص وصدق وبلغة وصحبات أستاذ وطول زماني. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇൽമ കിട്ടാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായ ഇതിനെ നേരിടണം, സത്യസന്ധമായ ഇതിനെ സമീപിക്കണം. നമ്മുടെ മോൻ പഠിക്കുന്നത്, ഹാഫിളാകുന്നത്, ആലിമാകുന്നത് ജോലി കിട്ടാതെ എഞ്ചിനീയർമാർ പോലും അലഞ്ഞു നടക്കുന്ന ഒരു കാലത്ത് എന്റെ മോന് വേഗം ജോലി കിട്ടണം, ഇതാണോ ലക്ഷ്യം? എന്തിന് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നു? പഠിക്കുന്ന മക്കൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്നു? പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മനസ്സിൽ കിടക്കുന്ന നിയ്യത്ത് എന്താണ്? അതൊക്കെ പ്രാധാന്യമുള്ള വിഷയമാണ്, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഇൽമെന്ന് പറയുന്നത് വായിച്ചു കിട്ടുന്ന, കേവലം കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ച് വായിച്ചാൽ കിട്ടുന്ന സംഗതിയല്ല. അങ്ങനെയാണെങ്കിൽ എത്ര ആലിമീങ്ങൾ ഉണ്ടാവും ഇവിടെ? വായനയുള്ള ആളുകളൊക്കെ ആലിമീങ്ങൾ എന്ന് പറയോ? വായിച്ചു കിട്ടുന്നതല്ല കിതാബുകൾ. സ്വഹീഹ് ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിന്റെയും നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളുടെയും പരിഭാഷ വെച്ച് കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് വീട്ടിൽ വെച്ച് വായിക്കാം, ആലിം എന്ന് പറയോ? ഇൽമു കിട്ടണമെങ്കിൽ മഹാനായ ഇമാമുന, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല ഈ 6 കാര്യങ്ങളാണ് പറഞ്ഞത്. സകാഉൻ വഇഖ്ലാസുൻ വസിദ്ഖുൻ വബുൽഗത്തുൻ വസുഹ്ബാതു ഉസ്താദിൻ വതൂലു സമാനി. ബുദ്ധി വേണമെന്ന് പറഞ്ഞ്, ആത്മാർത്ഥത വേണമെന്ന് പറഞ്ഞ്, സത്യസന്ധത വേണമെന്ന് പറഞ്ഞ്, ത്യാഗം വേണമെന്ന് പറഞ്ഞ് മഹാനവറുകൾ 2 കാര്യം കൂടെ പറഞ്ഞു. വസുഹ്ബത്തു ഉസ്താദിൻ, ഒരു ഉസ്താദിന്റെ സുഹ്ബത്ത് വേണം, ഒരു ഗുരുനാഥന്റെ കൂടെ വർഷങ്ങളോളം ഇരുന്ന് പഠിക്കേണ്ടി വരും. വതൂലു സമാനി, ഒരുപാട് കാലം ഇൽമു പഠിക്കാൻ ചിലവഴിക്കേണ്ടി വരും. 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് ഒരു ഗ്രാജുവേഷൻ ഒന്നും ഇൽമിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ നടക്കുന്ന പ്രശ്നമല്ല. തൂലു സമാനി, ഒരുപാട് കൊല്ലം. സുഹ്ബത്ത് ഉസ്താദ്, എന്തിനാണ് ഉസ്താദിന്റെ സുഹ്ബത്ത് വേണമെന്ന് പറഞ്ഞത്? മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാൻ. വസുഹ്ബത്തുൽ ഉസ്താദി തതഅല്ലമു മിൻഹൽ അദബ് ഖബ്ലൽ ഇൽമ്, ഇൽമു പഠിക്കുന്നതിന്റെ മുമ്പ് ഗുരുനാഥനിൽ നിന്ന് അദബ് പഠിക്കാനാണ് ഒരു ഗുരുനാഥന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞത്. ഇൽമു പഠിക്കലല്ല വിഷയം അവിടെ, ആദ്യം പഠിക്കേണ്ടത് അദബാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ മുതഅല്ലിമീങ്ങൾ ചെന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അവരുടെ ഉസ്താദുമാർ സ്വന്തം ഉസ്താദുമാരോട് അദബ് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ? സ്വന്തം ഗുരുനാഥന്മാരോട് അദബ് പാലിക്കാത്തവർക്ക് തന്റെ ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സാധ്യമല്ല, സാധ്യമല്ല. സുഹ്ബത്ത് ഉസ്താദിൻ, അദബുള്ള പണ്ഡിതനെ കാണുകയും അദബുള്ള ആലിമിനെ കാണുകയും ആ ആലിമിൽ നിന്ന് അദബ് എന്താണെന്ന് ആദ്യം ഈ മുതഅല്ലിമീങ്ങൾക്ക് കിട്ടണം. കാരണം അതിന്റെ സ്രോതസ് തന്റെ ഗുരുനാഥനാണ്. അതുകൊണ്ടാണ് ഇമാമുന ശാഫിഈ തങ്ങൾ, നിങ്ങൾ സത്യസന്ധനായ ഒരു ആലിമിന്റെ അരികത്തേക്ക് മക്കളെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞേക്കാവൂ എന്ന് മഹാനവറുകളെ പഠിപ്പിക്കുന്നത്. സുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി, ഒരുപാട് അധ്വാനിച്ചുകൊണ്ടാണ് ഇമാമുന ശാഫിഈ തങ്ങൾ ഇൽമു പഠിച്ചത്. തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഗസ്സയിൽ ജനിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്ന് ഫലസ്തീനിന്റെ ഭാഗമായ ഗസ്സ, നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ ഗാസ എന്നെഴുതുന്ന ഗസ്സ, ആ ഗസ്സയിലാണ് ഇമാമുന ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്. അവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര വരുന്ന ചെറിയ കുട്ടിയാണ്. ഇന്നത്തെ കാലം പോലെയാണോ? മക്കയിലേക്ക് വരുന്നു ഇൽമു പഠിക്കാൻ. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മു മുഹമ്മദ് മഹദി റളിയല്ലാഹു അൻഹക്ക് മോനെ പഠിപ്പിക്കാൻ ഉസ്താദിന് കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഉസ്താദേ, എന്റെ മോനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ശമ്പളം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അന്നൊക്കെ ഹുബ്സ കൊടുക്കും, റൊട്ടി കൊടുക്കും, ഭക്ഷണം കൊടുക്കും, കാരക്ക കൊടുക്കും ഉസ്താദിന് കൂലിയായിട്ട്. എന്നൊക്കെ അത് കൊടുത്താൽ കുട്ടിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും, അല്ലേ? മദ്രസന്ന് പുറത്താക്കും, ദർസന്ന് പുറത്താക്കും. സുബ്ഹാനല്ലാഹ്. ഉമ്മ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ ആ മജ്ലിസ് വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനും എന്റെ മോനെ ഞാൻ ഏൽപ്പിക്കാം, അത് പോരെ കൂലിയായിട്ട്? സ്വന്തം ഗുരുനാഥൻ എഴുന്നേറ്റ് നിന്നാൽ ആ മജ്ലിസ് വൃത്തിയാക്കുകയായിരുന്നു കൊച്ചുകുട്ടിയായിരുന്ന നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഗുരുനാഥനോട് അദബ് പാലിച്ചപ്പോഴാണ് 10 വയസ്സാകുമ്പോഴേക്കും ഇമാമുന മാലിക് തങ്ങളുടെ മുവത്ത മനഃപ്പാഠമാക്കുന്നു. അപ്പോഴേക്കും ഖുർആൻ അതിന് മുമ്പേ മനഃപ്പാഠമാക്കി കഴിഞ്ഞു.
60ഉം 70ഉം വയസ്സുള്ള ആലിമീങ്ങൾ ജീവിച്ചിരിക്കെ 15 വയസ്സാകുമ്പോഴേക്കും ഫത്വ ചോദിക്കപ്പെടാൻ മാത്രം പ്രാഗൽഭ്യമുള്ള ആലിമായി ഇസ്ലാമിന്റെ അവ്വലുൽ ഖുറൂനിൽ ജീവിച്ച ആദ്യകാലങ്ങളിലെ കർണുകളിൽ നൂറ്റാണ്ടുകളിൽ ജീവിച്ചുപോയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവർകൾ പറഞ്ഞു, എന്റെ കയ്യിൽ എഴുതി വെക്കാൻ ഒന്നുമില്ല, ഞാൻ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് പോകും, വല്ല എല്ലും കഷ്ണം കിട്ടിയാൽ അവിടെ ഹദീസ് എഴുതി വെക്കും, എന്നിട്ട് ഞാൻ എന്റെ ഒരു വീട്ടിലുള്ള ഭരണിയിൽ കൊണ്ടുവന്നിടും ആ എല്ലുകളൊക്കെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് ഇൽമുണ്ടായത്. 50 വയസ്സാകുമ്പോഴേക്കും ലോകത്തോട് വിട പറഞ്ഞ മഹാനല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 50 വയസ്സായപ്പോഴേക്കും മലഅൽ ആഫാഖ ഇൽമാ, ചക്രവാള സീമകൾ ഇൽമു കൊണ്ട് നിറച്ചില്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇൽമിൽ ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ അടിസ്ഥാന കർമ്മശാസ്ത്ര നിയമം, ദ ഫണ്ടമെന്റൽസ് ഓഫ് ജൂരിസ്പ്രുഡൻസ്, ഇസ്ലാമിലെ ഫിഖ്ഹിന്റെ അടിസ്ഥാനങ്ങൾ എന്ന ഒരു ഇൽമു തന്നെ സ്ഥാപിച്ചത് ഇമാമുന ശാഫിഈ തങ്ങളല്ലേ. കിതാബുർ റിസാല, മഹാനവറുകളുടെ റിസാല എന്ന ഗ്രന്ഥം ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമല്ലേ. 50 വയസ്സായപ്പോഴേക്കും ലോകത്തോട് വിട പറഞ്ഞ് ഇൽമു ലോകത്ത് നിറച്ചുപോയ ഇമാമുന ശാഫിഈ തങ്ങളുടെ ആ ഒരു പാരമ്പര്യം അല്ലാഹു ലോക മുസ്ലിമീങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ അറിവിന്റെ നിറകുടങ്ങളായ ആലിമീങ്ങളെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആലിമീങ്ങൾ പറയാറുണ്ട്, മൻ ത്വലബൽ ഹദീസ അഫ്ലസ്, ഹദീസ് പഠിക്കാൻ പോയാൽ ആള് പാപ്പരായി പോകും, കയ്യിലെ പൈസ തീരും. വലാ യനാലുൽ ഇൽമു ഇല്ലാ ബിൽ ഫഖർ, ദാരിദ്ര്യമുണ്ടെങ്കിലേ ഇൽമുണ്ടാകൂ. 5 സ്റ്റാർ ഫെസിലിറ്റി കൊണ്ട് ജീവിച്ചാൽ ഇൽമു കിട്ടില്ല. 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ജീവിതത്തിലൂടെ ഇൽമു കിട്ടുകയില്ല, അത് കൊടുക്കാനും കഴിയൂല. ലാ യുനാലുൽ ഇൽമു ഇല്ലാ ബിൽ ഫഖർ, കഷ്ടപ്പാടിലൂടെയാണ് ഇൽമുണ്ടാകുന്നത്, കഷ്ടപ്പാടിലൂടെയാണ് ഇൽമു സമ്പാദിക്കപ്പെടുന്നതെന്ന് മഹാന്മാരായ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് നമ്മുടെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കിൻ. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കിൻ. കഷ്ടപ്പാട് മക്കൾക്ക് അറിയില്ലല്ലോ, മക്കൾക്ക് അറിയില്ല കഷ്ടപ്പാട്. വൈറ്റമിൻ എൻ എന്നതിന്റെ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം. വൈറ്റമിൻ എൻ, വൈറ്റമിൻ എൻ, അങ്ങനെ ഒരു വൈറ്റമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. വൈറ്റമിൻ എൻ, പ്രവാഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് കാണാം. വൈറ്റമിൻ എൻ ഡെഫിഷ്യൻസി, നമ്മുടെ മക്കൾ വൈറ്റമിൻ എന്നിന്റെ കുറവുള്ള ആളുകളാണ്. ആ വൈറ്റമിൻ നമ്മുടെ ഉമ്മയും വാപ്പയും മക്കൾക്ക് എമ്പാടും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നിനും പറ്റാത്ത മക്കളായി പോകും. എന്താ ഈ വൈറ്റമിൻ എന്നറിയോ? നോ എന്ന് പറയാനുള്ള സന്നദ്ധത. മാതാപിതാക്കൾ കുട്ടികൾ ചോദിച്ചത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കണ്ട, ചോദിക്കുന്നത് മുഴുവനും വേണം എന്നല്ല, നോ എന്ന് പറയണം. അത് നിനക്ക് തരാൻ പറ്റില്ല. മൊബൈൽ ഫോൺ വേണമെന്ന് കുട്ടിക്ക് കൊടുക്കുകയാണ്, എന്നാ പിന്നെ കുട്ടി കളിച്ചോളും, ഉമ്മക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ കുട്ടി അത് വലിച്ചിടും ഇത് വലിച്ചിടും, എന്നാ പിന്നെ മൊബൈലിൽ കളിച്ചോട്ടെ. ഗാഡ്ജറ്റുകൾ, നമ്മുടെ ടോയ്സുകൾ, അവർക്ക് ബൈസിക്കിൾ, അവർക്ക് മൊബൈൽ ഫോൺ, അവർക്ക് ഐപാഡ്, അവർക്ക് ലാപ്ടോപ്പ്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. വാപ്പ എന്റെ കുട്ടി സന്തോഷിക്കട്ടെ പറയട്ടെ. നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും നിങ്ങളോട് നന്ദിയുള്ള ഒരു വാക്ക് പറയാൻ പോകുന്നില്ല. ഇങ്ങനെ നോ എന്ന് പറയാത്ത വാപ്പമാർ വൈറ്റമിൻ എൻ മക്കൾക്ക് കൊടുക്കാതെ വന്നാൽ കിട്ടിയ ആനന്ദത്തിന്, അള്ളാഹു നൽകുന്ന നിഅമത്തിന് ശുക്ർ ചെയ്യാത്ത മക്കളാണിവർ. ലോകത്ത് നടന്ന പഠനമാണിത്, ലോകത്ത് നടന്ന പഠനമാണ്. 950കളിൽ ഒരു ടോയ് ബോയും കയ്യിലില്ലാതെ വളർന്നു വന്ന കുട്ടികളുടെ ബുദ്ധിയും പക്വതയും ഇന്നത്തെ മക്കൾക്കില്ലത്രേ. എന്താണെന്നറിയോ? ഓവർ ഇന്റലിജൻസ്. ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കുകയാണ്. നോ, മോനെ അധ്വാനിക്കണം, മോൻ അധ്വാനിച്ചു ചെയ്യണം, മോൻ വർക്ക് ചെയ്യണം, മോന് കഷ്ടപ്പെടണം, എന്നിട്ട് സമ്പാദിക്കണം. മക്കളുടെ ആവശ്യങ്ങൾ മുഴുവനും നമ്മൾ നിർവഹിച്ചു കൊടുക്കണം 100%. എന്നാൽ മക്കൾ നമ്മളോട് വാണ്ട് ചെയ്യുന്നത്, നമ്മളോട് അവർ മേടിപ്പിക്കുന്ന പലതും അവരുടെ അത്യാവശ്യങ്ങളല്ല. അത്യാവശ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ആവശ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ട. നോ എന്ന് പറയാൻ കഴിയണം. സമയമായിട്ടില്ല എന്ന് പറയണം. നീ ഇന്നത് ചെയ്യ് എന്നാൽ എന്ന് പറയണം. നിനക്കിപ്പത് നോക്കാനത് പ്രവർത്തിപ്പിക്കാൻ നേരമായിട്ടില്ല എന്ന് പറയണം. മക്കളോട് നോ എന്ന് പറയാതെ ആർഭാടങ്ങൾ എല്ലാം ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിച്ചാൽ ഈ മക്കൾ നന്നാവാൻ പോകുന്നില്ല, ഈ മക്കളിൽ ബുദ്ധി ഉണ്ടാവാൻ പോകുന്നില്ല, അവരെ മെനക്കെട്ട് പഠിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് വൈറ്റമിൻ എന്നിന്റെ കുറവ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമൂഹങ്ങളിലെ മക്കളോട് സ്വന്തം ഉമ്മയും വാപ്പയും നോ എന്ന് പറയുന്ന വൈറ്റമിൻ എൻ കൊടുക്കാൻ തയ്യാറാവുക. എന്നാലേ മക്കൾ നന്നാവൂ. ചോദിക്കുന്നത് മുഴുവനും കൊടുക്കല്ലേ. ഇല്ല, പറ്റില്ല എന്ന് പറയാൻ ഉമ്മക്കും അപ്പക്കും തന്റെ ഇടം വേണം. അത്യാവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക 100%. അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന്റെ 25%,
25% കൊടുക്കാൻ പാടുള്ളൂ എന്ന് അവരാവശ്യപ്പെടുന്നതിന്റെ 20. അത്യാവശ്യങ്ങൾ ഉണ്ടാകും, അത് മുഴുവൻ. അവരുടെ സേഫ്റ്റി, അവർക്ക് അഫെക്ഷൻ, അവർക്ക് പ്രൊട്ടക്ഷൻ, അവർക്ക് ഡിറക്ഷൻ, ഇതാണ് കൊടുക്കേണ്ടതെന്ന്. 3 കാര്യങ്ങളാണ്. മക്കളോട് പ്രൊട്ടക്ഷൻ സംരക്ഷണം കൊടുക്കണം. നമ്മുടെ മക്കൾ സുരക്ഷിതരാണെന്ന ബോധം അവർക്ക് കൊടുക്കണം. അഫെക്ഷൻ, മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം. ആൻഡ് ഡിറക്ഷൻ, എങ്ങോട്ട് മക്കൾ പോവണം, മക്കൾക്ക് ദിശാബോധം കൊടുക്കും. ഇത് 3മാണ് ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കാര്യമില്ല. വൈറ്റമിൻ എൻ ഡെഫിഷ്യൻസി സിൻഡ്രം നമ്മുടെ മക്കളിൽ കാണുന്ന ഈ ദേഷ്യമാണ്. എറിഞ്ഞു പൊട്ടിക്കുക, തകർക്കുക, തച്ചുടക്കുക, ഈ സ്വഭാവം വൈറ്റമിൻ എൻ ഇല്ലാത്ത കുട്ടികളിൽ കാണാൻ കഴിയും. ഞാനത് പറയുന്നത് നോ എന്ന് പറയേണ്ടതിന്റെ പകരമാണ് തമാശ രൂപത്തിൽ വൈറ്റമിൻ എൻ എന്ന് പറഞ്ഞത്. നോ എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. കഷ്ടപ്പാടിലൂടെയാണ് മക്കൾ ജീവിക്കേണ്ടത്. എന്നാൽ അവരുടെ നെസസിറ്റികൾ, അവരുടെ അത്യാവശ്യ വിഷയങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക. ആവശ്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല. 25% മദീന. അതില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നിനും പറ്റാത്തവരായി മാറിപ്പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. മൻ ത്വലബൽ ഹദീസ അഫ്ലസ്. അതുകൊണ്ടാണ് ഇൽമിന്റെ പഠനത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം വന്നു പോകും എന്ന് ഉലമാ പറഞ്ഞത്. കയ്യിലുള്ള കാശ് പഠിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരും. നമ്മൾ ഫീസ് അടക്കുന്നത് വാപ്പയാണ്, അതുകൊണ്ട് കുട്ടികളെ അറിയുന്നില്ല അല്ലേ? വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും, എഞ്ചിനീയറിങ്ങിനും PGക്കൊക്കെ പഠിക്കുന്ന മക്കൾക്ക് പോലും രക്ഷിതാക്കളെ ഫീസ് അടക്കുന്നത്. അതൊക്കെ അധ്വാനിച്ചൊന്നും ഉണ്ടാക്കും മോനെ. നീ ഒരു സൈഡായിട്ട് ജോലി ചെയ്യേ. വാപ്പ ഇഷ്ടം പോലെ കൊടുത്തയക്കാൻ, ഹോസ്റ്റലിൽ സൗകര്യം, അവന് അങ്ങാടിയിൽ അവന് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് കയ്യിൽ, എന്താ വേണ്ടത് ചെയ്തോട്ടെ. ഈ മക്കളൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മക്കളായി മാറാൻ പോകുന്നില്ല. മൻ ത്വലബൽ ഹദീസ അഫ്ലസ. പഠിക്കാൻ ഇറങ്ങുന്ന ആളുകൾ ശരിക്കും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകട്ടെ. آمين يا رب العالمين. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. آمين. الله الحبيب حضرتك الله الصلاة تشكرك.